Hi friends, Tech with Sonars എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് വെച്ചാൽ ഫ്ലെക്സ് ക്യൂക്കും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന 3 യൂസ്ഫുൾ ടിപ്സ് ആണ്. അപ്പോൾ ആ ഒരു 3 ടിപ്പ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ചാൽ PVC പൈപ്പ് കട്ട് ചെയ്യാണ്ട് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. രണ്ടാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഇതേപോലത്തെ 2 പീസ് ജോയിൻറ്റ് ചെയ്തെടുക്കാം. നല്ല സ്ട്രോങ് ആയിരിക്കും ഇത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ബോക്സോ പാത്രങ്ങളോ അല്ലെങ്കിൽ ബക്കറ്റോ കാര്യങ്ങളോ പൊട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ റിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതായത് നമ്മൾ PVC പൈപ്പ് ഇതേപോലെ പൊട്ടിക്കഴിഞ്ഞാൽ അധികം കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്യില്ലാന്ന് പതിവ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമുക്ക് കട്ട് ചെയ്യൊന്നും വേണ്ട, അല്ലാണ്ട് തന്നെ നമുക്ക് റിപ്പയർ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ഗ്ലാസ് ഷീറ്റാണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ഗ്ലാസ് ഷീറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫാൻസിയിൽ നിന്ന് വാങ്ങുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ഷീറ്റ് യൂസ് ചെയ്യാം. എന്നിട്ട് ആ ഒരു ഹോൾസിൻ്റെ സൈസിനനുസരിച്ച് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ആ ഒരു പീസ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഫ്ലെക്സ് ക്യൂക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ ഗ്ലാസ് ഷീറ്റ് നമ്മൾ ആ ഒരു PVC പൈപ്പിൻ്റെ പൊട്ടിയ ഭാഗത്തിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കണം. അതായത് ഇപ്പം വീഡിയോ കാണിക്കുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം, അതായത് ആ ഒരു പൊട്ടിയതിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം ഫ്ലെക്സ് ക്യൂക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഫ്ലെക്സ് ക്യൂക്ക് ആക്കിയതിന് ശേഷം ആ ഒരു സൈഡ് ഭാഗത്തെല്ലാം കുറച്ച് ബേക്കിംഗ് സോഡ ആക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഗ്ലാസ് ഷീറ്റ് ഇപ്പോൾ PVC പൈപ്പിൽ ഒട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആ സ്റ്റിക്ക് നൈസായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കുക. മെല്ലനെ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഒടിച്ചു കൊടുത്തിട്ട് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ആ ഒരു സ്റ്റിക്ക് ഇപ്പോൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സിമ്പിളാണ്. അതായത് ആദ്യം ഫ്ലെക്സ് ക്യൂക്ക് ആക്കി കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ ബേക്കിംഗ് സോഡ ആക്കുക. ഫ്ലെക്സ് ക്യൂക്ക് ആക്കി കൊടുക്കുക, ബേക്കിംഗ് സോഡ ആക്കി കൊടുക്കുക. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക. എന്നിട്ട് ആ ഒരു PVCൻ്റെ ലെവലിലേക്ക് തന്നെ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ആയിട്ട്, അതായത് ഇതിൻ്റെ മേലെ ഭാഗത്തായിട്ട് ഫ്ലെക്സ് ക്യൂക്ക് തന്നെ ആക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആ ഒരു ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ലെവലാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളെ PVC പൈപ്പ് നല്ല രീതിയിൽ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നല്ല സ്ട്രോങ് ആണ്. അതായത് ഇനി ആ ഒരു ഭാഗത്ത്, അതായത് നമ്മൾ ഈ പൊട്ടിച്ച ഭാഗത്ത് ഇനി ഒരിക്കലും പൊട്ടൂല, കാരണം അത്രയ്ക്ക് സ്ട്രോങ് ആണ് ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ടിപ്പ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇനി നമുക്ക് ടിപ്പ് നമ്പർ 2 നോക്കാം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇതേപോലത്തെ 2 പീസ് ജോയിൻറ്റ് ചെയ്യലാണ്. ഞാനിവിടെ 2 മരത്തിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ 2 പീസ് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് സെലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ബാക്ക് സൈഡും അതേപോലെ തന്നെ 2 പീസിൻ്റെ സൈഡ് ഭാഗത്തും കവർ ചെയ്യുന്ന രീതിയിലാണ് സെലോ ടേപ്പ് ഒട്ടിച്ചിരിക്കുന്നത്. മേലെ ഭാഗം ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ 2 പീസ് തമ്മിലുള്ള ഗ്യാപ്പ്, ചെറിയൊരു ഗ്യാപ്പ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ടിപ്പ് നമ്പർ 1 ചെയ്ത പോലെ തന്നെ ആദ്യം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഫ്ലെക്സ് ക്യൂക്ക് ആക്കുക, ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക, ഫ്ലെക്സ് ക്യൂക്ക് ആക്കുക. എന്നിട്ട് ആ ഒരു ലെവലിലേക്ക് എത്തിക്കുക, അതായത് ആ 2 പീസിൻ്റെ സെയിം ലെവലിലേക്ക് എത്തിക്കുക. എന്നിട്ട് ആ 2 പീസിൻ്റെ സെയിം ലെവലിലാക്കി കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ആ ഒരു സെയിം ലെവലിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സെലോ ടേപ്പ് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ സെലോ ടേപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ തന്നെ സംഭവം ആയിട്ടുണ്ട്. ഇനി എക്സസ് ആയിട്ട് വരുന്ന ഭാഗത്തെല്ലാം സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ സ്ട്രെങ്ത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പീസിൻ്റെ ഒരു സൈഡ് ഇഷ്ടികേൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റേ സൈഡിൽ ഞാനൊരു ഇഷ്ടിക വെക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഈ ഒരു പീസിന് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടെന്ന്, അതായത് ഇങ്ങനെ ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് നേരെ ടിപ്പ് നമ്പർ 3 പോകാം. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങളോ അല്ലെങ്കിൽ മെയിനായിട്ട് ബക്കറ്റിലായിരിക്കും അധികം ലീക്കും, അല്ലെങ്കിൽ ഇതേപോലെ ചെറിയ രീതിയിൽ പൊട്ടിയിട്ടെല്ലാം ഉണ്ടാകും. അതെങ്ങനെ റിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സെലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ബക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ഇതേപോലത്തെ പാത്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സെലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുക. അങ്ങനെ ആക്കിയതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെക്സ് ക്യൂക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചും കൂടി ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ചെറിയ നെറ്റിൻ്റെ പീസാണ്. ഇതെന്ന് വെച്ചാൽ വളരെ ചെറിയ ഹോൾസിലെ ഒരു നെറ്റാണ്. അപ്പോൾ ഇതെന്തിനാ വെക്കുന്നത് വെച്ചാൽ ആ ഒരു ഭാഗത്ത് നല്ല സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ആ ഒരു ഭാഗം നമ്മൾ അമർത്തിക്കഴിഞ്ഞാൽ ഉള്ളോട്ട് പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലത്തെ നെറ്റ് വെച്ച് കൊടുക്കുന്നത്. ഇനി ആ ഒരു നെറ്റ് വെച്ചതിന് ശേഷം നമുക്ക് കോർണറിൽ ഇതേപോലെ ഫെവിക്വിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അതായത് ആ ഒരു ഗ്യാപ്പിലെല്ലാം നമുക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഫെവിക്വിക്കോ ഫ്ലെക്സ് ക്യൂക്കോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വെക്കുക. അതായത് ഫ്ലെക്സ് ക്യൂക്ക് ആക്കുക, ബേക്കിംഗ് സോഡ ഇടുക,
അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് ലെവലായതിനു ശേഷം നമുക്ക് ആ ഒരു പ്രോസസ്സ് ഒന്ന് നിർത്താം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് കാണാൻ സാധിക്കും. അതായത് ആ ഒരു ഭാഗത്ത് അമർത്തുമ്പം സൈഡ് ഭാഗമെല്ലാം അമരുന്നുണ്ട്, പക്ഷേ ആ ഒരു ഭാഗം മാത്രം ഒന്നും ആവുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു സ്ട്രെങ്ത്താണ് ഈ ഒരു സംഭവം തരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ബാക്കത്തെ സെലോ ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോസസ്സ് ഉള്ളിലോട്ടും ചെയ്യാം, അല്ലെങ്കിൽ പുറത്തോട്ടും ചെയ്യാം. അതായത് ഞാൻ ഇപ്പോൾ കാണിച്ച ഈ ഒരു മെത്തേഡ് ഉള്ളിലോട്ട്, അതായത് ആ ഒരു ബക്കറ്റോ അല്ലെങ്കിൽ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിലോട്ടോ വേണമെങ്കിൽ ചെയ്യാം. അതാകുമ്പോൾ പുറത്തുനിന്ന് കാണുമ്പോൾ കുറച്ചും കൂടി നല്ല പെർഫെക്ഷൻ ഉണ്ടാവും. ഇനി നമുക്ക് അവിടെ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ടൊന്ന് നല്ല രീതിയിൽ സ്മൂത്ത് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പം കണ്ടിട്ടുണ്ടാകും ഫ്ലെക്സ് ക്വിക്കും അതേപോലെ തന്നെ ബേക്കിംഗ് സോഡയും യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന 3 യൂസ്ഫുൾ ടിപ്സ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേക്കിംഗ് സോഡ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡറും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്സ് എല്ലാം ഇഷ്ടമായിരുന്നു ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇനി ഇതേപോലത്തെ വീഡിയോസ് ലഭിക്കാനായിട്ട് ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതേപോലത്തെ യൂസ്ഫുൾ ടിപ്സ് ആയിട്ട് അടുത്ത വീഡിയോ കാണാം.